ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ 5th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇക്കായി 5 യൂണിറ്റിന്റെ പേരെന്താണ്? പ്രകാശ് കി ഓർ എന്നാണ്. അപ്പോൾ കി ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിശയിലേക്ക്, ആ സൈഡിലേക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പ്രകാശ് കി ഓർ എന്ന് പറയുമ്പോൾ പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ദിശയിലേക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞിട്ട് പ്രകാശം വരുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പാതയിലോട്ട് നീങ്ങുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രകാശത്തിലേക്കുള്ളൊരു മൂവ്മെന്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഹെലൻ കെല്ലറിന്റെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. ആത്മവിശ്വാസ് വ ശക്തി ഹൈ ജിസ്സെ ഉജടി ഹുയി ദുനിയാ മേ ഭി പ്രകാശ് കിയാ ജാ സക്താ ഹൈ. അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത്തരം ഒരു ശക്തിയാണ്. അതുകൊണ്ട് ഉജടി ഹുയി ദുനിയാ മേ ബി, ഉജടി ഹുയി എന്ന് വെച്ചാൽ തകർന്നു കിടക്കുന്ന, നശിച്ചു കിടക്കുന്ന ഒരു ലോകത്തിൽ പോലും പ്രകാശ് കിയാ ജാ സക്താ ഹെ, പ്രകാശം കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശത്തിലേക്ക് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ എന്താണ് പഠിക്കാനായിട്ടുള്ളത്, എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ളത് പരി ലടുക്കി എന്നുള്ള ഒരു കഹാനിയാണ്, ഒരു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറി രചിച്ചിട്ടുള്ളത് ലോറി ബി ഫ്രീഡ്മാൻ എന്നുള്ള ഒരു ഓഥറാണ്. അതിന്റെ അനുവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ, അതായത് ഈ സ്റ്റോറി തർജ്ജമ ചെയ്തത് അരവിന്ദ് ഗുപ്ത എന്ന വ്യക്തിയാണ്. പരി ലടുക്കി എന്ന് പറയുന്നത് ഒരു കഹാനിയാണ്. പരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ, മാലാഖ എന്നാണ് അർത്ഥം. അപ്പോൾ പരി ലടുക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മാലാഖ പെൺകുട്ടി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഇവിടെ സത്യത്തിൽ ഈ സ്റ്റോറി വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റോറിക്ക് എന്താണ് ഇങ്ങനെ ഒരു പേര് വരാനായിട്ടുള്ള കാരണം എന്ന്. ഈ പെൺകുട്ടിയെ പരി എന്ന് വിളിക്കാനായിട്ട് അല്ലെങ്കിൽ മാലാഖ എന്ന് വിളിക്കാനായിട്ട് 2 കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് സ്റ്റോറിയുടെ അവസാനത്തിലാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ സ്റ്റോറിയിൽ ഈ സീനിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഈ ഒരു പിക്ചർ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് കാണുന്നത്? ഒരു കമ്പിവേലി, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ബോയ് നിൽക്കുന്നുണ്ട്, ഒരു ആൺകുട്ടി. അവന്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ കമ്പിവേലിയുടെ മറുവശത്തായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആപ്പിൾ ട്രീസ് ഒക്കെ കാണാം. അങ്ങനെ ഈ ഒരു സീൻ എല്ലാവരും ഓർത്തു വെക്കുക. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. മഹിളായി ബച്ചെ ദായി ഓർ പുരുഷ് ബായി ഓർ. ദായി ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക്, ബായി ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പം അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും എവിടേക്കാണ് പോകേണ്ടത്? ദായി ഓർ റൈറ്റ് സൈഡിലേക്കും, അതുപോലെ തന്നെ പുരുഷന്മാര് ബായി ഓർ ലെഫ്റ്റ് സൈഡിലേക്കും നീങ്ങാനായിട്ട് പറയാണ്. ജൂത്തെ ബജ്നെ ലഗെ ബന്ദൂക്കെ തന്നെ ലഗി. ജൂത്തെ ബജ്നെ ലഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നീങ്ങുന്നതിനെയാണ് പറയുന്നത്. അതായത് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് ജൂത്തെ ബജ്നെ ലഗി എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് നടക്കുമ്പോൾ നമുക്ക് ദൂരെ നിന്നായാലും മനസ്സിലാവും ആളുകൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെയാണ് ജൂത്തെ ബജ്നെ ലഗി എന്ന് പറയുന്നത്. ബന്ദൂക്കെ തന്നെ ലഗി. ബന്ദൂക്ക് താന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിയുതിർക്കാനായിട്ട് തോക്ക് റെഡിയാക്കി പിടിക്കുന്നതിനെയാണ് പറയുന്നത്. ബന്ദൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൺ, തോക്ക് എന്നാണ്. അപ്പം അങ്ങനെ തോക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദേശ് ജാരി കിയേ ഗയേ. ആദേശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ്. ഈ ഓർഡേഴ്സ് കൊടുത്തു, നൽകപ്പെട്ടു. അപ്പൊ ഇവര് നിൽക്കുന്ന സ്ഥലത്ത് ആളുകൾ നടന്ന് നീങ്ങുന്നുണ്ട്, തോക്കുകളൊക്കെ പൊസിഷനിൽ പിടിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ആളുകൾ പേടിച്ചു. അപ്പൊ ചീക്കെ ഊപ്പർ ഉഠി എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളുടെ അലർച്ച ഉയരാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ ഉയർന്നു. ചീക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അലറുക. അപ്പൊ അലർച്ചകൾ ഉയർന്നു. ഓർ ഠണ്ഡി സുബ കി ഹവാമേ. എന്നിട്ട് രാവിലത്തെ ഠണ്ഡി ഹവാമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത ഹവ എന്ന് പറഞ്ഞ കാറ്റ്, കാറ്റില് ദുവേക്ക് ഗുബാർ കി തര എന്താണ് ഒരു പുക ഇങ്ങനെ കൂടി നിൽക്കില്ലേ, പുകയുടെ ഗോളം പോലെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഗായബ് ഹോ ഗയി, അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അപ്പൊ ആളുകൾ പേടിച്ചലറുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യത്തില്, അവിടെയുള്ള ഒരു സാഹചര്യത്തില് അവരുടെ അലർച്ചകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി എന്നാണ് പറയുന്നത്. അതിന് ഉപമിക്കുന്നത് രാവിലത്തെ എന്താണ് തണുത്ത കാറ്റില് വരുന്ന പുക. ദുവ എന്ന് വെച്ചാൽ പുക. അങ്ങനെ പുക, കുറച്ചധികം പുക ഇങ്ങനെ കൂടി നിൽക്കുന്നതിനെയാണ് ദുവേക്ക് ഗുബാർ എന്ന് പറയുന്നത്. ദുവേക്ക ഗുബാർ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ എന്താണ് അത് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അപ്പൊ രാവിലെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് പുകയൊക്കെ വന്നാലും അത് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ അപ്രത്യക്ഷമാവില്ല. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളുടെ അലർച്ചകളൊക്കെ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ കേൾക്കാതെ ആയി എന്നാണ് പറയുന്നത്. മേ അപ്നി ഉമ്ര കെ ഹിസാബ് സെ കാഫി ഊച്ചാ ഥാ. അപ്പോ മേ അപ്നി ഉമ്ര കെ ഹിസാബ് സെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വയസ്സിനെ അനുസരിച്ചിട്ട് കാഫി ഊച്ചാ ഥാ എന്ന് വെച്ചാൽ എനിക്ക് ഹൈറ്റ് കൂടുതലായിരുന്നു. എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഹൈറ്റ് അല്ല എനിക്ക് ഉണ്ടായിരുന്നത്, അതിനേക്കാളും ഹൈറ്റ് എനിക്ക് കൂടുതലായിരുന്നു. ലേക്കിൻ ഫിർ ബി മേ 11 സാൽ കാ എക് ലഡ്കാ ഥാ. പക്ഷേ എനിക്ക് വെറും 11 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 11 വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു ഞാൻ ആ സമയത്ത് എന്നാണ് പറയുന്നത്. ഉമ്ര എന്ന് പറഞ്ഞാൽ പ്രായം, ഹിസാബ് സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കനുസരിച്ചിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഊച്ചാ ഥാ എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുതലായിരുന്നു. മേ അപ്നി മാ കെ പത്ലെ ശരീർ സെ ലിപ്പട്ട് ഗയ. ലിപ്പട്ട് ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുക. അപ്പൊ എന്താണ് പറയുന്നത്? മേ അപ്നി മാ കെ പത്ലെ ശരീർ സെ, ഞാൻ എൻ്റെ അമ്മയുടെ പത്ലെ ശരീർ സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പത്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞ ആ ശരീരത്തോട്, ലിപ്പട്ട് ഗയ, ലിപ്പട്ട് ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക. അപ്പൊ ഞാൻ അമ്മയുടെ ആ മെലിഞ്ഞ ശരീരത്തോട് ചേർന്ന് നിന്നു. മാ മേ തുമ്ഹാരെ സാത്ത് ഹി ചലൂങ്ക മേ ഫുസ്ഫുസായ. അമ്മേ, ഞാൻ അമ്മയോടൊപ്പം തന്നെ വരും, അമ്മയോടൊപ്പമേ വരികയുള്ളൂ എന്ന് മേ ഫുസ്ഫുസായ എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ പറഞ്ഞു, അതായത് ശബ്ദം താഴ്ത്തി പറഞ്ഞു, അതിനാണ് ഫുസ്ഫുസാന എന്ന് പറയുക. पर माँ ने मुझे अपने बड़े भाइयों की ओर धकेल दिया और वो खुद एक खुली ट्रेन की बोगी की ओर चल पड़ी. പക്ഷേ അമ്മ എന്താണ് ചെയ്തത്? മുझे अपने बड़े भाइयों की ओर ധക്കേൽ ദിയ, എന്നെ എൻ്റെ ബഡേ ബായി എന്ന് വെച്ചാൽ ആരാ? എൻ്റെ ജ്യേഷ്ഠന്മാരുടെ അവിടേക്ക് ധക്കേൽ ദിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളി വിട്ടു. ഓർ വോ ഖുദ് ഏക് ഖുലി ട്രെയിൻ കി ബോഗി കി ഓർ ചൽപ്പടി. എന്നിട്ട് അമ്മ എന്താണ് ചെയ്തത്? ഖുദ് എന്ന് വെച്ചാൽ സ്വയം, ഏക് ഖുലി ട്രെയിൻ കി ബോഗി കി ഓർ ചൽപ്പടി, ഒരു എന്താണ് തുറന്ന ഒരു ട്രെയിനിന്റെ ബോഗിയുടെ ദിശയിലോട്ട് ഇങ്ങനെ നടന്നു പോയി എന്നാണ് പറയുന്നത്. ആഖെ ആഗെ കി ഓർ ശരീർ അക്ടാ ഹുവ. അപ്പൊ കണ്ണുകൾ എങ്ങോട്ടാണ്? മുന്നോട്ടാണ് നോക്കുന്നത്. ആഗെ കി ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടാണ് നോക്കുന്നത്. ശരീർ അക്ടാ ഹുവ, ശരീരം ഇങ്ങനെ സ്തബ്ധിച്ചിരിക്കുകയാണ്. സിർ ഊച്ച, അക്ടാ ഹുവ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്തബ്ധിച്ചിരിക്കുന്ന, അങ്ങനെ അനങ്ങാൻ പറ്റാത്ത പോലെ എന്നുള്ള അർത്ഥത്തിലാണ്. സിർ ഊച്ച, തല ഉയർത്തിയാണ് പിടിച്ചിരിക്കുന്നത്. ഹർമൻ മാനെ കഹ अब समय आ गया है कि तुम्हारे एक आदमी बनने का. അങ്ങനെ ഹർമൻ എന്ന് വിളിച്ചിട്ട് അമ്മ പറയാണ്, അബ് സമയ ആ ഗയാ ഹെ, ഇപ്പോൾ സമയം വന്നിരിക്കുന്നു. കി തുമ്ഹാരെ ഏക് ആദ്മി ബന്നേ കാ, നീ ഒരു പുരുഷനാവേണ്ട സമയം വന്നെത്തിയിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഇവിടെ ആദ്മി എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷൻ, അതായത് ഒരു കുട്ടി എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒരു മുതിർന്ന ആളെ പോലെ പെരുമാറേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിന്റെ പേരെന്താണ്? ഹർമൻ എന്നാണ്. ഓക്കെ, ഹർമൻ എന്നാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പേര്. വ ആഖിരി ബാർ ഥാ ജബ് മാനെ അപ്നി മാ കോ ദേഖ. അന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ അമ്മയെ കണ്ടത്. ആഖിരി ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട്. ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ് രഹി थी. അപ്പൊ എന്താണ് ഉണ്ടായത്? അമ്മ വേറെ ട്രെയിനിൽ പോയി, പിന്നെ മക്കളെ വേറെ ട്രെയിനിൽ കയറ്റിവിടാണ് ചെയ്തത്. അപ്പോൾ ഇപ്പൊ പറയുന്നത് കുട്ടി കയറിയ ട്രെയിനിനെ കുറിച്ചിട്ടാണ്, ഹർമൻ കയറിയ ട്രെയിനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ് രഹി थी. എന്റെ ട്രെയിൻ തേസി സെ എന്ന് വെച്ചാൽ സ്പീഡിൽ, ആകെ ബഡ് രഹി थी മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ മുझे ലേ ഗയി, അങ്ങനെ ട്രെയിൻ എന്നെ കൊണ്ടുപോയി. ഗർമ ശരീർ ഗർമ ആസു മുझे ജക്കഡ് രഹേ थे. അപ്പൊ ട്രെയിനിൽ മുന്നോട്ട് പോകുമ്പോൾ ഗർമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചൂടുള്ള. അപ്പോൾ ചൂടുള്ള ശരീരം, ചൂടുള്ള ആസു കണ്ണുനീര്. മുझे ജക്കഡ് രഹേ थे. ജക്കഡിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വരിഞ്ഞു മുറുകുക. അപ്പോൾ ഈ ശരീരത്തിന്റെ ചൂടും അതുപോലെ തന്നെ ഈ എന്താണ് ചൂടുള്ള കണ്ണുനീരും ഒക്കെ എന്നെ വരിഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേരാ ദിമാഗ് ശബ്ദോ സെ ഭർ ഗയ മാ. അപ്പോൾ എൻ്റെ ദിമാഗ് എന്ന് വെച്ചാൽ എൻ്റെ ബ്രെയിൻ, എൻ്റെ ബ്രെയിനിലെ പല പല വാക്കുകൾ കൊണ്ട് എൻ്റെ ബ്രെയിൻ നിറഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് കേട്ടോ ഹിന്ദിയിൽ. ശബ്ദം എന്നുള്ള അർത്ഥമല്ല വരുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ശബ്ദം, നോയ്സ് എന്നുള്ള അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ള അർത്ഥമല്ല വരുന്നത്.
ഇവിടെ ശബ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് വാക്ക് എന്നാണ്. അപ്പൊ എൻ്റെ ദിമാഗ്, എൻ്റെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മേ കഹാ ജാ രഹാ ഹൂ മാ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ, അമ്മോട് ചോദിക്കുന്നത് പോലെയാണ് ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. മുജെ ക്യാ കർണ ഹെ മാ, ഞാൻ എന്താണ് അമ്മേ ചെയ്യേണ്ടത്. മേരി ദേഖ്ഭാൽ കോൺ കരേഗ മാ, ദേഖ്ഭാൽ കർണ എന്ന് വെച്ച് കഴിഞ്ഞാല് പരിപാലിക്കുക. അപ്പൊ എന്നെ ആരാണ് പരിപാലിക്കുക എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. മാനെ ഇന്തിസാർ കിയ, ഇന്തിസാർ കർണ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുക, ഞാൻ വെയിറ്റ് ചെയ്തു. അപ്നി മാ കി ജവാബ് ക ഇന്തിസാർ കിയ, എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്തത്, അമ്മയുടെ പക്കൽ നിന്നൊരു മറുപടി കിട്ടാനായിട്ടാണ് വെയിറ്റ് ചെയ്തത്. ജവാബ് എന്ന് വെച്ചാൽ മറുപടി, റിപ്ലൈ എന്നുള്ള അർത്ഥമാണ്. ജബ് ട്രെയിൻ റുക്കി തോ ഗാർഡ് നെ മേരി ബാഹ് പക്കടി, അപ്പോ ട്രെയിൻ നിന്നപ്പോഴ് ഗാർഡ് എന്ത് ചെയ്തു, എന്റെ ബാഹ് പക്കടി, എന്റെ കയ്യ് പിടിച്ചു. പക്കടനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുക, ബാഹ് എന്ന് വെച്ചാൽ കയ്യ്. അപ്പൊ എന്റെ കയ്യിൽ പിടിച്ചു. ഉസ്നെ മുझे അന്ധേരെ മേ ഉതാർ ദിയ, അയാൾ എന്താണ് ചെയ്തത്, ഈ ഗാർഡ് എന്താണ് ചെയ്തത്, മുझे അന്ധേരെ മേ ഉതാർ ദിയ, അന്ധേര എന്ന് വെച്ചാൽ ഇരുട്ട്, എന്നെ ഇരുട്ടത്താണ് ആ ട്രെയിനിൽ നിന്ന് ഇറക്കിയത്. രാത് കി ഹവാ മേ ഗോലിയോ കി ആവാസ് ഗൂഞ്ജനെ ലഗി, അപ്പോ രാത് കി ഹവ എന്ന് വെച്ചാല് രാത്രിയുള്ള ഹവ, കാറ്റില്, ഗോലിയോ കി ആവാസ്, ഗോലിയോ കി ആവാസ് എന്ന് പറയുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട്, വെടിവെക്കുന്ന സൗണ്ട്, ഗൂഞ്ജനെ ലഗി, മുഴങ്ങി കേൾക്കാനായിട്ട് തുടങ്ങി. ഗോലി എന്ന് പറയുന്നത് ബുള്ളറ്റിനെയാണ്, വെടിയുണ്ടകള്. അതുപോലെ തന്നെ ആവാസ് എന്ന് വെച്ചാല് ശബ്ദം, ഗൂഞ്ജന, മുഴങ്ങുക. അങ്ങനെ മുഴങ്ങി കേൾക്കാനായിട്ട് തുടങ്ങി. മേരെ കപ്പടെ ഉത്താർ ദിയേ ഗയേ ഓർ മേരി തലാഷി ലീ ഗയി, അപ്പോൾ എൻ്റെ കപ്പടെ എന്ന് വെച്ചാൽ എൻ്റെ വസ്ത്രങ്ങൾ, ഉത്താർ ദിയേ ഗയേ അതൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടു, അതൊക്കെ നീക്കം ചെയ്യപ്പെട്ടു. ഓർ മേരി തലാഷി ലീ ഗയി, തലാഷി ലേനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഈ കുട്ടീനെ അവര് സെർച്ച് ചെയ്തു, എന്തെങ്കിലുമൊക്കെ വേറെ സാധനങ്ങൾ കയ്യിലുണ്ടോ എന്നുള്ളത്. മുझे ഏക് യൂണിഫോം ഓർ കാം സോപ്പാ ഗയ, എനിക്കൊരു യൂണിഫോമും തന്നു, എന്നിട്ട് ഒരു ജോലിയും ഏൽപ്പിച്ചു എന്നാണ്. സോപ്ന എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക എന്നാണ്. അപ്പം ഒരു ജോലിയും ഏൽപ്പിക്കപ്പെട്ടു. ബാരക് മേ ജാവോ ഏക് ഗാർഡ് ചില്ലായ, അപ്പോ ബാരക്കിൽ പോവാനായിട്ട് പറഞ്ഞു. ഒരു ഗാർഡ് ചില്ലാനാന്ന് വെച്ചാൽ അലറിക്കൊണ്ട് പറഞ്ഞു, എന്താണ് ബാരക്കിലോട്ട് പോകുന്നു. ബാരക്ക് എന്ന് പറയുന്നത് ഈ സോൾജേഴ്സ് അല്ലെങ്കിൽ ഗാർഡ്സ് ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനെയാണ്. അവിടേക്ക് പോകാൻ പറഞ്ഞു കുട്ടിയുടെ അടുത്ത്. മേരെ പേർ ആകെ ബഡെ, എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി. പേർ എന്ന് വെച്ചാൽ എന്താ, കാലുകൾ. ആകെ ബഡെ മുന്നോട്ട് നീങ്ങി. മേരാ ശരീർ ആസുവോ സെ ഭർ ഗയ, എൻ്റെ ശരീരം മുഴുവൻ എന്താണ്, ഈ കണ്ണുനീരായിരുന്നു എന്നുള്ളതാ. എൻ്റെ ശരീരത്തിൽ മുഴുവൻ കണ്ണുനീര് നിറഞ്ഞു. മേരെ ചാരോ ഓർ ഛവിയ ഗൂം രഹി ഥി, എൻ്റെ ചാരോ ഓർ എന്ന് വെച്ചാൽ എൻ്റെ നാല് പാടും എന്ന് വെച്ചാൽ എൻ്റെ ചുറ്റും. ഛവിയ ഗൂം രഹി ഥി എന്ന് വെച്ചാല് ഓരോരുത്തരെ കാണുന്നത് പോലെ, ഓരോ രൂപങ്ങൾ, ഓരോ ചിത്രങ്ങൾ കാണുന്നത് പോലെ തോന്നുകയാണ്. മേരി മാ ഖാന ബനാ രഹി ഥി, അപ്പോൾ ചിത്രങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ഛവിയ ഗൂം രഹി ഥി എന്ന് വെച്ചാൽ ഉള്ളതല്ല കാണുന്നത്, വേറെ പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങൾ കാണുന്നത് പോലെ കുട്ടിക്ക് തോന്നുകയാണ്. അപ്പൊ എന്താണ് അമ്മ ചെയ്യുന്നത്, അമ്മ ഖാന ബനാ രഹി ഥി, അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മേരെ പിത പിയാനോ ബജാ രഹേ ഥേ, എൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, പിയാനോ പ്ലേ ചെയ്യാണ്. മേരാ കുത്ത മേരി ബഗൽ മേ ലിപ്റ്റാ ഹുവാ ഥ, എൻ്റെ എന്താണ് കുത്ത, എൻ്റെ നായ്ക്കുട്ടി എൻ്റെ അടുത്ത്, മേരെ ബഗൽ എന്ന് വെച്ചാൽ എൻ്റെ സൈഡിലായിട്ട്, ലിപ്റ്റാ ഹുവാ ഥ അതിങ്ങനെ ഈ കുട്ടിയോട് ചേർന്ന് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. മാനെ അപ്പനെ ഭായിക്കോ കസ്കർ പക്കഡ് ലിയ, എന്നിട്ട് എന്താണ് കുട്ടി ചെയ്തത്, അവന്റെ ഭായിനെ, അവന്റെ ജ്യേഷ്ഠന്മാരുണ്ടല്ലോ, അപ്പൊ അതിലെ ഒരു ജ്യേഷ്ഠനെ എന്ത് ചെയ്തു, കസ്കർ പക്കഡ് ലിയ എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട് പിടിച്ചു. മേ ഘർ ജാനാ ചാത്താ ഹൂം, എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയാണ്. മേരെ ഭായിനെ ജവാബ് ദിയ, എൻ്റെ ജ്യേഷ്ഠൻ ജവാബ് ദിയ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ എന്നോട് മറുപടി പറഞ്ഞു. എന്താണ്, ഉസ്കി ആവാസ് പത്ലി സപ്പാട്ട് ഥി, അപ്പോൾ ജ്യേഷ്ഠന്റെ ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം, ആ ശബ്ദം പത്ലി എന്ന് വെച്ചാൽ നേരിയ എന്നാണ്. അധികം ഒച്ചത്തിലല്ല പറയുന്നത്, നേരിയ ഒരു ശബ്ദത്തിലാണ് പറയുന്നത്. സപ്പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നല്ല വ്യക്തമായിട്ടാണ് ചേട്ടൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്, അബ് യഹി ഘർ ഹെ, ഇപ്പോ ഇതാണ് നമ്മുടെ വീട് എന്നാണ് പറഞ്ഞത്. कैदी शिविर में मेरे दिन भोर से शुरू होते थे, അപ്പോൾ ക്യാദി ഷിവിർ എന്ന് പറഞ്ഞാൽ ജയിലാണ്. ഇപ്പോൾ ഇവർ ജയിലിലാണുള്ളത്. ജയിലിൽ ഈ കുട്ടിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഭോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതം, വളരെ നേരത്തെയാണ്,
രാവിലെ തന്നെ ഒരു ദിവസം കുട്ടിയുടെ തുടങ്ങുമായിരുന്നു. ഹം കത്താർ മേ ഖഡേ ഹോത്തെ. കത്താർ എന്ന് വെച്ചാൽ ക്യൂ. അപ്പോൾ ഇവരെല്ലാരും ലൈനായിട്ട് ഇങ്ങനെ നിൽക്കും. മാർച്ച് കർത്തെ, എന്നിട്ട് എന്താ ചെയ്യുക? മാർച്ച് ചെയ്യും. കോയി ഭോജൻ നഹി, ठंड से कोई സുരക്ഷ नहीं. അവിടെ അവർക്ക് ഭക്ഷണവും കിട്ടില്ല, അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനും കിട്ടില്ല. കേവൽ കാം, ജോലി ചെയ്യാന്നുള്ളത് മാത്രം. മേരെ ഹാത്തോ സെ ഖൂൻ ബഹത്താ ഥ. എന്റെ ഹാത്തോ സെ എന്ന് വെച്ചാൽ എന്താ? എന്റെ കയ്യിൽ നിന്നും. ഖൂൻ ബഹത്താ ഥ എന്ന് വെച്ചാല് ചോര ഒഴുകിയിരുന്നു. ഖൂൻ എന്ന് വെച്ചാല് രക്തം. അപ്പോൾ പലപ്പോഴും കൈയൊക്കെ മുറിഞ്ഞിട്ട് കയ്യിൽ നിന്ന് എന്താണ്? ചോര ഒഴുകാറുണ്ട്. മേരാ പേട്ട് ഭൂഖ് സെ ഗുഡ്ഗുഡാത്താ ഥ. എൻ്റെ വയറ് വിശപ്പ് കാരണം, ഭൂഖ് സെ എന്ന് വെച്ചാൽ വിശപ്പ് കാരണം, ഗുഡ്ഗുഡാത്താന്ന് വെച്ചാൽ വിശക്കുമ്പോൾ ഇങ്ങനെ വയറ്റുന്ന ഒരു സൗണ്ട് കേൾക്കില്ലേ, അതിനാണ് പറയുന്നത്. അപ്പം എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും, മുറിവുകളും പറ്റും, പക്ഷെ തണുപ്പിൽ നിന്നൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല, ഭക്ഷണവും കിട്ടില്ല. അങ്ങനത്തെ ഒരു മോശം അവസ്ഥയാണ്. പെഹ്ലെ മാനെ ദിഖാവ കർണേ കി കോശിഷ് കർണാന്ന് വെച്ചാൽ എന്താണ്? ശ്രമിക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഞാന് ദിഖാവ കർണിക്ക് കോശിഷ്കി എന്ന് വെച്ചാല് ഇവിടെ നടക്കുന്നതൊന്നല്ല ശരിക്കുള്ളത് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചു. ജബ് മേ കാർഖാനെ മേ കാം കർത്താ ഥ. കാർഖാന എന്ന് വെച്ചാൽ ഫാക്ടറി. ആ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് तो मैंने खुद को अपने घर के पास पार्क में खेलने की कल्पना की. അപ്പൊ എന്താ ചെയ്തത്? ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് സ്വയം തന്റെ വീടിന്റെ അടുത്തുള്ള പാർക്കില് കളിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തു. അതാണ് ദിഖാവ കർണിക്ക് കോശിഷ്കി എന്ന് പറയുന്നത്. ഈ ജയിലിൽ വെച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവര് പറയുന്ന ജോലിയല്ല ചെയ്യുന്നത്, വേറെ എന്തോ ആണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാനും കാണിക്കാനും വേണ്ടിയിട്ട് കുട്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഈ ഫാക്ടറിയിലല്ല ജോലി ചെയ്യുന്നത്, എൻ്റെ വീടിന്റെ പാസ് എന്ന് വെച്ചാൽ വീടിന്റെ അടുത്തുള്ള പാർക്കില് ഖേൽനേക്ക് കൽപ്പന കർണെന്ന് വെച്ചാൽ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. അപ്പം ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള പാർക്കിൽ കളിക്കുകയാണെന്ന് സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യും? ഫാക്ടറിയിൽ ജോലി ചെയ്യും. ജബ് മുझे भूख लगती तो मैं अपनी माँ के खाने पकाने की याद करता. जब मुझे भूख लगती എന്ന് വെച്ചാൽ എനിക്ക് വിശക്കുന്ന സമയത്ത് मैं अपनी माँ के खाना पकाने की याद करता. എന്താ ചെയ്യുക? ഞാൻ എൻ്റെ അമ്മ ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഓർക്കും. जब मुझे ठंड लगती तो मैं खुद से कहता कि वे सुन्न उंगलियां मेरी नहीं बल्कि किसी और की है. പിന്നെ जब मुझे ठंड लगती, എനിക്ക് തണുപ്പ് തോന്നിയിരുന്ന സമയത്ത് तो मैं खुद से कहता. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഖുദ് സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം, കെഹത്ത പറയും, കി വേ സുന്ന ഉംഗ്ലിയ. സുന്ന് എന്ന് വെച്ചാൽ മരവിച്ച എന്നാണ്. ആ മരവിച്ച ഉംഗ്ലിയ എന്ന് വെച്ചാൽ വിരലുകൾ. മേരി നെഹി, എന്റെ അല്ല, ബൽക്കി കിസി ഓർ കി ഹെ, പക്ഷെ വേറെ ആരുടെയോ ആണ്. അപ്പൊ തണുക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ആ തണുത്ത് മരവിച്ച വിരലുകൾ എന്റെ അല്ല, വേറെ ആരുടെയോ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. രാത് കു മുझे സൂപ്പ് ദിയാ ഗയ. രാത്രി എനിക്ക് സൂപ്പാണ് നൽകപ്പെട്ടത്. ബിൽക്കുൽ പാനി ജൈസാ സൂപ്പ്. ബിൽക്കുൽ പാനി ജൈസാ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും വെള്ളം പോലത്തെ സൂപ്പാണ്. മേ ഏക് ഷെൽഫ് പർ സോ ഗയ. ഞാൻ ഒരു ഷെൽഫിന്റെ മുകളിൽ കിടന്നുറങ്ങി. മേരാ പത്ല ശരീർ സൈക്കഡോ ലോഗോ കെ ബീച്ച് ദബാ ഹുവാ ഥാ. സൈക്കഡോ എന്ന് വെച്ച് കഴിഞ്ഞാല് 100 കണക്കിന്. അപ്പോൾ മേരാ പത്ല ശരീർ, എൻ്റെ പത്ല എന്ന് വെച്ചാൽ മെലിഞ്ഞ ഈ ശരീരം, സൈക്കഡോ ലോഗോ കെ ബീച്ച് 100 കണക്കിന് ആളുകളുടെ ഇടയില് ദബാ ഹുവാ ഥ, ഇങ്ങനെ ഞെരിങ്ങിയാണ് ഇരുന്നത്. ദബ്ന എന്ന് വെച്ച് കഴിഞ്ഞാല് സപ്രസ്ഡ് ആവുക, ഞെരിഞ്ഞിരിക്കുന്നതിനാണ് പറയുന്നത്. അപ്പൊ അവിടെ കുറെ ആളുകൾ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഒരു തരത്തിൽ ഞെരിങ്ങിയാണ് ഈ കുട്ടി കിടക്കുന്നത്. മുझे घर की छोटी छोटी चीजें याद आती रहती थी. എനിക്ക് വീട്ടിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുടെയും ഓർമ്മകൾ വന്നുകൊണ്ടേയിരുന്നു. एक तकिया, एक शौचालय, एक टूथब्रश, बड़ी चीजें, माँ हमेशा माँ. അപ്പൊ എന്തൊക്കെയാണ് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്? ചെറിയ ചെറിയ സാധനങ്ങളാണ് ഓർത്തിരുന്നത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഏക് തക്കിയ എന്ന് വെച്ചാൽ ഒരു തലേണ, ഒരു പില്ലോ. അതുപോലെ തന്നെ ഏക് ശൗചാലയ് എന്ന് പറഞ്ഞാൽ എന്താ? ടോയ്ലറ്റ്. അതുപോലെ തന്നെ ഏക് ടൂത്ത് ബ്രഷ് ഇതൊക്കെയാണ് ഓർമ്മ വന്നിരുന്നത്. ബഡി ചീസേ, ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ. ഇനി ഏറ്റവും വലിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമേഷ മാ, അമ്മയെയും ഓർമ്മ വന്നിരുന്നു. എപ്പോഴും അമ്മയെ ഓർത്തിരുന്നു. ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും. മാ मैं हर रात पूछता था तुम मुझे कब सुलाने आ रही हो.
ഞാൻ എല്ലാ ദിവസവും അമ്മയോട് ചോദിക്കുമായിരുന്നു. പൂച്ച്ന എന്ന് വെച്ചാൽ എന്താ, ചോദിക്കുക. തും മുझे കബ് സുലാനെ ആ രഹി ഹോ, അമ്മ എപ്പോഴാണ് എന്നെ ഉറക്കാനായിട്ട് വരുന്നത്. സുലാന എന്ന് വെച്ചാൽ ഉറക്കുക, കബ് എന്ന് വെച്ചാൽ എപ്പോൾ. അപ്പം എപ്പോഴാണ് അമ്മ എന്നെ ഉറക്കാനായിട്ട് വരുന്നത് എന്ന് ഞാൻ എല്ലാ രാത്രിയും ചോദിക്കുമായിരുന്നു. ഫിർ മേ ഇന്തിസാർ കർത്താ രഹത്ത, പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഇന്തിസാർ കർത്താ രഹത്ത എന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ठंड थका हुआ, തണുത്തിട്ട്, അതുപോലെ തന്നെ ക്ഷീണിച്ചിട്ട്. थका हुआ എന്ന് വെച്ചാൽ ക്ഷീണിച്ച്. ഭൂഖ വിശന്ന്. ആശാവാൻ, ആശാവാൻ എന്ന് വെച്ചാൽ പ്രതീക്ഷയോടുകൂടി. മാ കാ ഇന്തിസാർ കർത്താ ഹുവ, അമ്മയെ കാത്തിരിക്കുന്ന എന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. എന്താ, തണുത്ത് വിറച്ച് ക്ഷീണിച്ച് വിശന്ന്. പക്ഷെ അപ്പോഴും അമ്മ എന്തെങ്കിലും വരുമെന്നുള്ളൊരു ഹോപ്പോട് കൂടിയാണ് കുട്ടി അവിടെ താമസിച്ചിരുന്നത്. ഏക് രാത് മാ മേരെ പാസായി, ഏക് സപ്നെ മേ കോമൽ നിശ്ചിത് സ്ഥിർ, ചിന്താ മത് കരോ ഹർമൻ. ഏക് രാത് മാ മേരെ പാസായി, ഒരു രാത്രി അമ്മ എൻ്റെ അടുത്ത് വന്നു. ഏക് സപ്നെ മേ, എങ്ങനെയാണ് വന്നത്, ഒരു സ്വപ്നത്തിലാണ് വന്നത്, കോമളമായിട്ട്. അതുപോലെ തന്നെ നിശ്ചിത് സ്ഥിർ, നിശ്ചിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുത്തുറപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ സ്ഥിർ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ട്. ചിന്താ മത് കരോ ഹർമൻ, എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത്, ചിന്താ മത് കരോ ഹർമൻ എന്ന് പറഞ്ഞു, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. മാ കി കോമൽ ആവാസ് നെ മുझे സുക്കൂൻ ദിയ, അമ്മയുടെ ആ ഒരു കോമളമായിട്ടുള്ള, അത് സോഫ്റ്റ് ആയിട്ടുള്ള ആവാസിനെ എന്ന് വെച്ചാൽ ആ ശബ്ദം, അത് എനിക്ക് സുക്കൂൻ ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ആശ്വാസം നൽകി. സുക്കൂൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സമാധാനം, എന്നെ സമാധാനിപ്പിച്ചു ആ ശബ്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏക് പരി ആക്കർ തുംഹെ ബച്ചായേഗി, എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത്, ഏക് പരി ആക്കർ തുംഹെ ബച്ചായേഗി, ഒരു മാലാക വന്നിട്ട് നിന്നെ ബച്ചായേഗി എന്ന് വെച്ചാൽ രക്ഷിക്കും എന്നാണ്. ദോ ദിൻ ബാദ് വ പ്രകട്ട് ഹുയി, അങ്ങനെ പിന്നീട് ഈ മാലാഖയായ പെൺകുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. 2 ദിവസത്തിന് ശേഷം ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. പ്രകട്ട് ഹുയി എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടു. ലഡ്കി പരി, പരി ലഡ്കി, പ്രകാശ്വാൻ, അങ്ങനെ എന്താ മാലാഖയായ പെൺകുട്ടി. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പ്രകാശ്വാൻ എന്താണ്, ചമക്ദാർ, വോ ബാഡ് കെ ദൂസരി തരഫ് ഥി. അപ്പൊ ആ പെൺകുട്ടിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രകാശ്വാൻ ചമക്ദാർ എന്നാണ് പറയുന്നത്. പ്രകാശമുള്ള, ചമക്ദാർ എന്ന് വെച്ചാൽ തിളക്കമുള്ള, തിളങ്ങുന്ന. വോ ബാഡ് കെ ദൂസരി തരഫ് ഥി, ആ പെൺകുട്ടി ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേലി, വേലിയുടെ മറുവശത്താണ് നിന്നിരുന്നത്. ദൂസരി തരഫ് എന്ന് പറഞ്ഞാൽ മറുവശത്ത്. മേ കരീബ് ഗയ, കരീബ് ജാന എന്ന് വെച്ചാൽ അടുത്തോട്ട് പോവുക. അപ്പൊ ഞാൻ അടുത്തോട്ട് പോയി. മേരി പരി ലടുക്കി അസ്ലി ഥി, എൻ്റെ മാലാക പെൺകുട്ടി. അസ്ലി ഥി എന്ന് വെച്ചാൽ സത്യമായിട്ടുള്ളതായിരുന്നു, യഥാർത്ഥമായിട്ട് അതൊരു പെൺകുട്ടി തന്നെയായിരുന്നു. ക്യാ തുമ്ഹാരെ പാസ് കുച്ച് ഖാന ഹെ, മേ ഫുസ്ഫുസായ, നിന്റെ പക്കൽ എന്തെങ്കിലും കഴിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ കുട്ടി ചോദിക്കുകയാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ചോദിക്കുകയാണ്, ഹർമൻ ചോദിക്കുകയാണ്. ഫുസ്ഫുസായ എന്ന് പറഞ്ഞാൽ പതുക്കെ ചോദിച്ചു. മേരി പരി ലടുക്കീനെ സിർ ഹിലായ, എൻ്റെ മാലാക പെൺകുട്ടി എന്ത് ചെയ്തു, സിർ ഹിലായ, തലയാട്ടി. ഹം ദേഖ്തേ രഹേ ഇന്തിസാർ കർത്തേ രഹേ, അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇന്തിസാർ കർത്തേ രഹേ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. ഏക് ഗലത് കദം കാ മത്ലബ് ഥ മൗത്ത്, ഒരു തെറ്റായ സ്റ്റെപ്പ്, കദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് എന്നാണ്. അതായത് ഒരു തെറ്റായ നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണ്, മരണമാണ്. മോത്ത് എന്ന് വെച്ചാൽ മരണമാണ്. മേരി മോത്ത്, എൻ്റെ മരണം. ഉസ്കി മോത്ത്, അവളുടെ മരണം. ജബ് സഹി സമയ ആയാ തു ഉസ്നെ ബാഡ് കെ പാർ സെ ഏക് സേബ് ഫേക്ക, അങ്ങനെ കറക്റ്റ് സമയം വന്നെത്തിയപ്പോൾ ആ പെൺകുട്ടി എന്താണ് ചെയ്തത്, ബാഡ് കെ പാർസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിയുടെ മറുവശത്ത് നിന്നും ഏക് സേബ് ഫേക്ക, ഒരു സേബ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൾ, ഫേക്ന എന്ന് വെച്ചാൽ എന്താ, എറിയുക. അങ്ങനെ ഈ പെൺകുട്ടി ആരും ശ്രദ്ധിക്കാത്ത സമയം നോക്കിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഈ വേലിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് ഹെർമന് എറിഞ്ഞു കൊടുത്തു. मेरी उंगलियां उस सेब के चारों ओर मुड़ गई चुपचाप कृतज्ञता से, कल പരി ഫുസ്ഫുസായി. അങ്ങനെ ഈ ആപ്പിൾ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ മേരി ഉംഗലിയ എന്ന് വെച്ചാൽ എന്താ, എൻ്റെ വിരലുകൾ. ഉസ് സേബ് കെ ചാറു ഓർ, ആ ഒരു ആപ്പിളിന്റെ 4 വശത്തും. മുടുകൈ, മുടുന എന്ന് വെച്ച് കഴിഞ്ഞാൽ വളയുക എന്നാണ്. അപ്പം അതായത് ഈ ആപ്പിള് കുട്ടി പെട്ടെന്ന് തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. ചുപ്ചാപ്പ് കൃതജ്ഞതാസേ, ചുപ്ചാപ്പ് എന്ന് വെച്ചാൽ ഒരു ശബ്ദം ഇല്ലാതെ നിശബ്ദമായിട്ട്. കൃതജ്ഞതാസേ, കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, നന്ദിയോടുകൂടി. അപ്പൊ ഈ കുട്ടി അപ്പുറത്തെ
സൈഡിൽ നിന്ന് ഇത് എറിഞ്ഞു കൊടുത്തപ്പോൾ ഹെർമൻ അത് പിടിച്ചു. എന്നിട്ട് മിണ്ടാതെ നിൽക്കാണ് കൃതജ്ഞതയോട് കൂടിയിട്ട്. കൽ പരി ഫുസ്ഫുസായി, നാളെ എന്ന്. കൽ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന നാളെ എന്നാണ്. പരി ഫുസ്ഫുസായി എന്താണ്? ആ മാലാഖ പതിയെ പറഞ്ഞു. മേരി പരി ലടുക്കി ഫിർ സെ പ്രകട്ട് ഹുയി അഗ്ലേ ദിൻ. അപ്പോൾ എൻ്റെ മാലാഖ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അഗ്ലേ ദിൻ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ഓർ ഉസ്കെ ബാദ് ഹർ ദിൻ, അതുപോലെ അതിനുശേഷം എല്ലാ ദിവസവും ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. वो हमेशा देखती, इंतजार करती और फेंकती थी हमेशा एक सेब. അങ്ങനെ ഈ പെൺകുട്ടി ഹമേഷ എപ്പോഴും ദേക്തി നോക്കും, ഇന്തിസാർ കർത്തി വെയിറ്റ് ചെയ്ത് നിൽക്കും, ഓർ ഫേക്തി ഥി എന്നിട്ട് എറിയും. എന്താണ് എറിയുന്നത്? ഹമേഷ ഏക് സേബ്, എപ്പോഴും ഒരു ആപ്പിൾ മാത്രമാണ് എറിഞ്ഞിരുന്നത്. പരി ലടുക്കി ഓർ മേ ഷായദ് ഹി കബി ബാത് കർത്തേ ഥേ. അപ്പോൾ മാലാഖ പെൺകുട്ടിയും ഞാനും വളരെ വിരളമായിട്ട് മാത്രമാണ് സംസാരിച്ചിരുന്നത്, വല്ലപ്പോഴും മാത്രമാണ് സംസാരിച്ചിരുന്നത്. മേ ഉസ്കെ ബാരെ മേ കുച്ച് നഹി ജാൻതാ ഥാ സിവായ് ഇസ്കെ കി വ എക് ദയാലു ബഹാദുർ ഖേത് മേ കാം കർനെ വാലി ലഡ്കി ഥി. അപ്പോൾ എനിക്ക് അവളെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു എന്നാണ്. മേ ഉസ്കെ ബാരെ മേ കുച്ച് നഹി ജാൻതാ ഥാ, ജാന്ന എന്ന് വെച്ചാൽ അറിയുക. അപ്പൊ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. സിവായ് ഇസ്കെ എന്തൊഴിച്ച് ഒരു കാര്യം മാത്രം അറിയായിരുന്നു. എന്താണ് സിവായ് ഇസ്കെ എന്ന് പറഞ്ഞാല് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഒഴികെ. അതെന്താണെന്ന് വഴിയെ പറയാം. കി വ എക് ദയാലു ബഹാദുർ ഖേത് മേ കാം കർനെ വാലി ലഡ്കി ഥി. ആ പെൺകുട്ടി ഒരു ദയാലു ആയിട്ടുള്ള, അതുപോലെ ബഹാദുർ എന്ന് വെച്ചാൽ ധൈര്യമുള്ള എന്നാണ്, ധൈര്യശാലി ആയിട്ടുള്ള. ഖേത് മേ കാം കർനെ വാലി വയലില് ജോലി ചെയ്യുന്ന ലഡ്കി ഥി പെൺകുട്ടിയാണ്. ആ കാര്യം ഹെർമനെ അറിയായിരുന്നു. അതുകൊണ്ടാണ് സിവായ് ഇസ്കെ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഒഴികെ ആ പെൺകുട്ടി ധൈര്യമുള്ള ദയാലു ആയിട്ടുള്ള, എന്താണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അവളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഉസ്കാ നാം ക്യാ ഥാ, ആ പെൺകുട്ടിയുടെ പേരെന്താണ്? വ മേരെ ലിയെ അപ്നി ജാൻ ജോഖിം മേ ക്യൂ ഡാൽ രഹി ഥി. എനിക്ക് വേണ്ടി അവള് തന്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ ജീവൻ ഡേഞ്ചറിലാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ജാൻ ജോഖിം മേ ഡാൽന എന്ന് വെച്ചാൽ സ്വന്തം ജീവിതം റിസ്ക് ചെയ്യുക. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഹെർമന് വേണ്ടിയിട്ട് ഈ ആപ്പിൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തിരുന്നത് എന്നും എനിക്ക് അറിയില്ല. ആകെ കൂടി അറിയണത് അവിടുത്തെ ഒരു ജോലിക്കാരിയാണ്, അവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നും ദയാലു ആണ്, ധൈര്യം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അറിയുള്ളൂ. യുദ്ധ ഗസീട്ട ചലാഗയ. ഗസീട്ന എന്ന് വെച്ച് കഴിഞ്ഞാല് നീട്ടുക എന്നാണ്, വലിച്ചു നീട്ടുക എന്നൊക്കെ ഉള്ളതിനാണ് പറയുന്നത് ഗസീട്ന. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധം നീണ്ട് പോയിക്കൊണ്ടേയിരുന്നു എന്നാണ്. ദിൻ പർ ദിൻ ബീത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. മഹീനെ പർ മഹീനെ ബീത്തെ, മാസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. മേരാ ശിവിർ ബീമാരി ഓർ ഭുഖ് മരി സെ ഭർ ഗയ. ശിവിർ എന്ന് പറഞ്ഞ ക്യാമ്പ്. അപ്പോ ഈ പ്രിസണേഴ്സിനെ, അതായത് ഇവര് തടവില് വെച്ചിട്ടുള്ള ആളുകളെ പാർപ്പിച്ചിരുന്ന ഒരു ക്യാമ്പ് പോലത്തെ സ്ഥലമുണ്ട്, അതിനാണ് ശിവിർ എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ബീമാരി ഓർ ഭുഖ് മരി സെ ഭർ ഗയ. ബീമാരി എന്ന് വെച്ചാൽ എന്താ? അസുഖം. അതുപോലെ തന്നെ ഭുഖ് മരി എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾ വിശന്നിട്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ മരിച്ചു പോവാണ്. ഇതാണ് ഇപ്പൊ ഹെർമൻ ജീവിക്കുന്ന ക്യാമ്പിലെ ആളുകളുടെ അവസ്ഥ. കുറെ ആളുകൾ അസുഖങ്ങളൊന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ ആളുകൾ വിശപ്പ് കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ മേരി പരി ലഡ്കീനെ മുझे ഭോജൻ ദേക്കർ സഹാര ദിയ. പക്ഷെ എൻ്റെ മാലാഖ പെൺകുട്ടി എനിക്ക് ഭോജൻ ദേക്കർ, എനിക്ക് ഭക്ഷണം തന്നുകൊണ്ട് സഹാര ദിയ എന്ന് വെച്ചാല് എന്നെ സഹായിച്ചു. എനിക്ക് സഹാര ദേനെന്ന് വെച്ചാൽ ശരിക്കും എനിക്കൊരു ആശ്രയം തന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ പെൺകുട്ടി ആ ആപ്പിൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഹെർമൻ ഇപ്പോഴും ജീവിച്ച് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ വിശന്ന് മരിച്ചു പോയേനെ. മേരി പരി ലഡ്കീനെ മുझे ഉമ്മീദ് സെ ഭർ ദിയ. എൻ്റെ എന്താണ് മാലാഖ പെൺകുട്ടി എന്നെ ഉമ്മീദ് സെ ഭർ ദിയ എന്ന് വെച്ചാൽ എന്നില് എന്ത് നിറച്ചു? ഉമ്മീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോപ്പ്, എന്നിൽ പ്രതീക്ഷയുണ്ടാക്കി. ആഖിർക്കാർ യുദ്ധ സമാപ്ത് ഹോ ഗയ. ആഖിർക്കാർ എന്ന് വെച്ചാൽ അവസാനം എന്താ ഉണ്ടായത്? യുദ്ധ സമാപ്ത് ഹോ ഗയ, യുദ്ധം അവസാനിച്ചു. ബഹുത് സെ ലോഗ് ഉസ് ദൗറാൻ മർ ഗയേ थे लेकिन मैं जीवित था.
കുറേ ആളുകൾ, ബഹത് സെ ലോഗ് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ, ഉസ് യുദ്ധ കെ ദൗറാൻ ആ യുദ്ധത്തിന്റെ സമയത്ത് മർ ഗയേ ഥേ മരിച്ചു പോയിരുന്നു. ലേക്കിൻ മേ ജീവിത് ഥ പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആസാദ് ഏകദം മുക്ത്, ആസാദ് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് എന്നാണ്, സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട്. ഏകദം മുക്ത് ഫ്രീ ആയിട്ട്. मैं आखिरी बार बाढ़ के पास गया, वह वहां इंतजार कर रही थी. ഞാൻ ആഖിരി ബാർ ഞാൻ അവസാനമായിട്ട് ബാഡ് കെ പാസ് ഗയ ആ വേലിയുടെ അടുത്തോട്ട് പോയി. വ വഹാ ഇന്തിസാർ കർ രഹി ഥി ആ പെൺകുട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കാത്തു നിൽപ്പുണ്ടായിരുന്നു. തും മേരി പരി ലഡ്കി ഹോ, മാനെ കാട്ടേദാർ താർ കെ ബീച്ച് സെ കഹാ. അങ്ങനെ ഹർമൻ ഇവിടുന്ന് വിളിച്ചു പറയാണ്, തും മേരി പരി ലഡ്കി ഹോ, നീ എന്റെ മാലാക പെൺകുട്ടിയാണ്. മാനെ കാട്ടേദാർ താർ കെ ബീച്ച് സെ കഹ. കാട്ടേദാർ എന്ന് വെച്ചാൽ മുള്ളുള്ള എന്നാണ്. ആ നേരത്തെ കാണിച്ച പിക്ചറിൽ നിങ്ങൾ കണ്ടല്ലോ, ആ കമ്പി വേലിയിൽ ഇങ്ങനെ മുള്ളുകളുണ്ട്. അപ്പോൾ താർ എന്ന് വെച്ചാൽ കമ്പി, അങ്ങനെ മുള്ളുകളുള്ള ആ കമ്പിയുടെ ഇടയിലൂടെയാണ് ഈ ഹർമൻ ഇങ്ങനെ പറയുന്നത് ആ പെൺകുട്ടിയോട്, തും മേരി പരി ലഡ്കി ഹോ എന്ന്. मैंने अपनी परी लड़की की आँख में एक आंसू देखा. അപ്പൊ ഹർമൻ എന്താണ് കണ്ടത്? തന്റെ മാലാക പെൺകുട്ടിയുടെ കണ്ണില് ഒരു കണ്ണുനീര് കണ്ടു. എക് ആസു ദേഖ എന്ന് പറയുന്നത്, ഒരു കണ്ണുനീര് കണ്ടു. യുദ്ധ के बाद मैं अपने भाइयों के साथ इंग्लैंड चला गया. യുദ്ധത്തിന് ശേഷം ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊപ്പം ഇംഗ്ലണ്ടിലോട്ട് പോയി. अब मैं कैदी शिविर से मुक्त था, लेकिन अब मैं अपने अतीत का कैदी था. ഇപ്പോ ഞാൻ ആ കാദി ശിവിർ എന്ന് പറഞ്ഞ ആ ജയില്, ഇവരിനെ തടഞ്ഞു വെച്ചിരുന്നല്ലോ, ആ ജയിലിൽ നിന്നും മുക്തനാണ്. പക്ഷേ ലേക്കിൻ അബ് മേ അപ്നെ അതീത് കാ കാദി ഥ. അതീത് എന്ന് വെച്ചാൽ പാസ്റ്റ്, ഭൂതകാലം. ഇപ്പൊ ഞാൻ എൻ്റെ ഭൂതകാലത്തിന്റെ കാദിയാണെന്ന് വെച്ചാൽ തടവുകാരനാണ് എന്നാണ് അർത്ഥം. കാര്യം ഇപ്പോ ആക്ച്വലി ഇവർ ജയിലിലൊന്നല്ല, ഇംഗ്ലണ്ടിലാണ്, കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും തൻ്റെ മനസ്സ് ഇപ്പോഴും അന്നത്തെ ഓർമ്മകളും അന്നത്തെ കാര്യങ്ങളുടെ തടവിലാണ്. പണ്ടത്തെ കാലത്ത് അവർ ആ ജയിലിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഓർമ്മകളുടെ തടവിലാണ് എന്നാണ്. മേരെ ദിമാഗ് മേ छवियां भर गई, युद्ध शिविर माँ मेरा पुराना जीवन मेरी परी लड़की. അപ്പോൾ എൻ്റെ ബ്രെയിനിൽ വീണ്ടും ഛവിയ ബർഗൈ. ഛവിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രൂപങ്ങൾ മുന്നിൽ ഇങ്ങനെ ഓരോരുത്തർ പ്രത്യക്ഷപ്പെട്ട് അവരുടെ രൂപങ്ങൾ, അവരുടെ ചിത്രങ്ങൾ വരുന്നത് പോലെ തോന്നുക, അതിനെയാണ് ഛവിയ എന്ന് പറയുന്നത്. ഛവിയ ദിഗ്ന അല്ലെങ്കിൽ ഛവിയ ഭർണ എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഹർമന്റെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ രൂപങ്ങളും അവരുടെ ചിത്രങ്ങളൊക്കെ മിന്നി മറയുന്നുണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെയാണ്? യുദ്ധത്തിന്റെ, അതുപോലെ തന്നെ അവർ താമസിച്ചിരുന്ന ആ ക്യാമ്പിന്റെ, അതുപോലെ തന്നെ അമ്മയുടെ, പിന്നെ മിര പുരാന ജീവൻ, എൻ്റെ പഴയ ജീവിതത്തെ കുറിച്ചിട്ട്, കുട്ടിക്കാലത്ത് വീട്ടിൽ ജീവിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ മേരി പരിയിലടുക്കി, പിന്നെ എൻ്റെ മാലാക പെൺകുട്ടി. ഇതൊക്കെയാണ് ഹർമന്റെ മനസ്സിൽ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്ന ആ കാഴ്ചകൾ. മാനെ കാം കിയ, പഠ, അധ്യയൻ കിയ. അങ്ങനെ ഹർമൻ എന്താണ് ഇംഗ്ലണ്ടിൽ പോയതിനു ശേഷം ജോലി ചെയ്തു, പഠിച്ചു ഒക്കെ ചെയ്തു. മാനെ അതീത് കോ പീछे छोड़ने के तरीके खोजने की कोशिश में सालों बिताए. പിന്നീട് എന്താണ് ചെയ്തത്? അതീത് കോ പീछे छोड़ने के തരീക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് തൻ്റെ ഭൂതകാലത്തെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴികള്. തരീക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വഴികള്. ഖോജ്നെ കി കോശിഷ് മേ സാലോ ബിതായെ. ഖോജ്ന എന്ന് വെച്ചാൽ അന്വേഷിക്കുക, അന്വേഷിക്കാനുള്ള കോശിഷ് മേ ശ്രമങ്ങളില് സാലോ ബിതായി. സാലോ ബിതായി എന്ന് വെച്ചാൽ എന്താണ്? വർഷങ്ങൾ സ്പെൻഡ് ചെയ്തു. അതായത് ഇപ്പോഴും ഹർമന്റെ മനസ്സിൽ ആ പാസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ആ പാസ്റ്റിനെ വിട്ടിട്ട് മുന്നോട്ട് പോവാനായിട്ടുള്ള, അതിനെ മറക്കാനായിട്ടുള്ള പല പല വഴികളും കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളില് ഒരുപാട് കാലങ്ങള് ഹർമൻ സ്പെൻഡ് ചെയ്തു എന്നാണ്. जब मैं एक जवान आदमी बन गया तो मैं अमेरिका में एक नए जीवन जीने के लिए चला गया. അങ്ങനെ ജവാൻ ആദ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുവാവ്. ഹർമൻ വളർന്നു വലുതായി പഠിച്ചു ജോലി ചെയ്തു, ഇപ്പോൾ ഒരു യുവാവായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു യങ് മാൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ടീനേജർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ളതിൽ നിന്ന് വിട്ടിട്ട് ഒരു യുവാവായിട്ട് മാറി. അപ്പൊ എന്താണ് ചെയ്തത്? അമേരിക്ക മേ നയേ ജീവൻ ജീനെ കെ ലിയെ ചലാ ഗയ. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലോട്ട് പോവാണ്, പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട്. നയ ജീവൻ എന്ന് വെച്ചാൽ എന്താണ്? പുതിയ ജീവിതം. മേ ന്യൂയോർക്ക് പਹੁച്ച, എന്നിട്ട് ന്യൂയോർക്കിലെത്തി. വഹാ സബ് കുച്ച് നയ അപരിചിത് ഥ, അവിടെ എല്ലാം
പുതിയതും അപരിചിതമായിട്ടുള്ളതുമായിരുന്നു. പുറാനി ജീവൻ കി യാദേ മേരെ ചാരോ ഓർ ലിപ്റ്റി ഹുയി ഥി. അപ്പോ പണ്ടത്തെ ജീവിതത്തിലെ ഓർമ്മകള്, പുറാനി എന്ന് വെച്ചാൽ പഴയ എന്നാണ്. അപ്പോ ജീവിതത്തിലെ പഴയ ഓർമ്മകള് മേരെ ചാരോ ഓർ എന്റെ നാല് പാടും ലിപ്റ്റി ഹുയി ഥി എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും എന്താണ്, ഹർമന്റെ മനസ്സിൽ നിന്ന് ആ പഴയ കാര്യങ്ങളൊന്നും പോയിട്ടില്ല, അത് ഹർമനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. ഉൻഹോനെ മുജെ കസ്കർ ജക്കഡ് ലിയ. ഈ ഓർമ്മകളൊക്കെ എന്നെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, കസ്കർ ജക്കഡ് ലിയ എന്ന് വെച്ചാൽ ടൈറ്റായിട്ട്, ജക്കഡ് ലേന എന്ന് വെച്ചാൽ വരിഞ്ഞ് മുറുകിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ശ്വാസം മുട്ടുന്ന ഫീലിംഗ് അല്ലേ ഉണ്ടായിരിക്കുക, അങ്ങനെ എന്തെങ്കിലും നമ്മളെ ചുറ്റി വരിയുന്ന സമയത്ത്. അപ്പൊ ഈ ഓർമ്മകളൊക്കെ പണ്ടത്തെ ഹർമനെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ അത് ഹർമനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. मैं अक्सर सोचता था कि मैंने क्या पाया और क्या खोया. मैं अक्सर सोचता था എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും, ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സോച്ച്താ ഥാ, ഞാൻ ആലോചിക്കാറുണ്ട്. കി मैंने क्या पाया, ഞാൻ എന്താണ് നേടിയത്, പാനാന്ന് വെച്ചാൽ നേടുക, ഓർ ക്യാ ഖോയ, എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, ഞാൻ എന്താണ് നേടിയത്, എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതാണ് അക്സർ സോച്ച്താ ഥ എന്ന് പറഞ്ഞാൽ. मैं अक्सर माँ के बारे में सोचता था, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കുറിച്ചും ആലോചിക്കാറുണ്ട്. ഏക് രാത് മാ സപ്നെ മേ മേരെ പാസ് ആയി, ഒരു രാത്രി അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്തോട്ട് വന്നു. വൈസാ ഹി സപ്ന ജോ മാനെ സാലോ പെഹലെ ഖൈദി ശിവിർ മേ ദേഖാ ഥാ. ആ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ്, സാലോ പെഹലെ എന്ന് വെച്ചാൽ എന്താണ്, വർഷങ്ങൾക്ക് മുൻപ് ആ ജയിലിൽ വെച്ച് കണ്ട അതേപോലത്തെ ഒരു സ്വപ്നമാണ് ഞാൻ ഇപ്പോഴും കണ്ടത്. ചിന്ത മത് കരോ ഹർമൻ, മാ കി കോമൽ ആവാസ് നെ മുജെ ശാന്ത് കിയ. അങ്ങനെ അമ്മ വീണ്ടും പറഞ്ഞു, ഹർമൻ നീ പേടിക്കൊന്നും വേണ്ട എന്ന്. അമ്മയുടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദം എന്താണ്, ഹർമനെ ശാന്തനാക്കി. ഏക് പരി തുംഹെ ബച്ചായേഗി, എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത്, ഒരു മാലാക നിന്നെ രക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ദോ ദിൻ ബാദ് ഏക് ദോസ്ത് നെ മുജെ ഏക് ദാവത് പർ ആമന്ത്രിത് കിയ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം, അമ്മയെ സ്വപ്നം കണ്ടിട്ട് 2 ദിവസത്തിന് ശേഷം ഹർമന്റെ ഒരു ഫ്രണ്ട് എന്താണ് ചെയ്തത്, ഹർമനെ അവരുടെ വീട്ടിലെ ഒരു ദാവത്ത് എന്ന് പറഞ്ഞാൽ വിരുന്ന്, ആ വിരുന്നിന് ആമന്ത്രിത് കിയ എന്ന് വെച്ചാൽ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. വഹാ ഏക് ലഡ്കി ആയേഗി, തുംഹെ വോ ലഡ്കി പസന്ത് ആയേഗി. ഉസ്നെ ഡിന്നർ കെ ലിയെ ജാത്തെ സമയ കാർ മേ കഹാ. അപ്പം വഹാ ഏക് ലഡ്കി ആയേഗി, അവിടെ ഒരു പെൺകുട്ടി വരും. തുംഹെ വോ ലഡ്കി പസന്ത് ആയേഗി, നിനക്ക് ആ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടും എന്ന്. ഉസ്നെ ഡിന്നർ കെ ലിയെ ജാത്തെ സമയ കാർ മേ കഹ. ഡിന്നറിനായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫീസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു വിരുന്നിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു വിരുന്നിനായിട്ട് പോകുന്ന സമയത്ത് കാറിലിരുന്നിട്ട് പറഞ്ഞു, മുജേ വ പസന്തായി, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. എക് നേഴ്സ് ദയാലു ഹോഷിയാർ, ആ പെൺകുട്ടി ഒരു നേഴ്സായിരുന്നു, ദയാലു ആയിട്ടുള്ള വ്യക്തിയാണ്. ഹോഷിയാർ എന്ന് പറഞ്ഞാൽ സമർത്ഥയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹരി ആഖേ, എന്താണ്, പച്ച കളറിലുള്ള കണ്ണായിരുന്നു ആ പെൺകുട്ടിയുടേത്. ജീവൻ സെ ഭരി ഹുയി, ജീവൻ തുടിക്കുന്ന പച്ച കളറിലുള്ള കണ്ണുകളായിരുന്നു ആ പെൺകുട്ടിയുടേത്. ഉന്മേ കുച്ച് ऐसा था जो मुझे जाना पहचाना लगा, എനിക്ക് കണ്ടതായിട്ട്, എനിക്ക് പരിചയമുള്ള എന്തോ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നി എന്നാണ് ആ ഒരു ലൈൻ്റെ അർത്ഥം. ഉന്മേ കുച്ച് ऐसा था, ആ കണ്ണുകളിൽ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ജോ മുജെ ജാന പെഹച്ചാന ലഗ, അതെനിക്ക് പരിചിതമായിട്ട് തോന്നി. ജാന പെഹച്ചാന എന്ന് വെച്ചാൽ പരിചിതമായിട്ടുള്ള. ഉസ്നെ കഹാ കി ഉസ്കാ നാം റോമ ഹെ, അപ്പൊ ആ പെൺകുട്ടിയുടെ പേരെന്താണ്, റോമ എന്നാണ്. उसने अतीत और युद्ध के दौरान अपने जीवन के बारे में भी बताया. അങ്ങനെ ആ പെൺകുട്ടി അതീത് എന്ന് വെച്ചാൽ പാസ്റ്റില്, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ യുദ്ധ കെ ദൗറാൻ, യുദ്ധത്തിന്റെ സമയത്തും, അപ്നെ ജീവൻ കെ ബാരെ മേ ബത്തായ, തന്റെ ജീവിതം ആ കാലത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് റോമ പറയാണ്. വോ എക് ഖേത് പർ കാം കർത്തി ഥി, ആ പെൺകുട്ടി ഒരു വയലിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്നെ പരിവാർ കി പെഹച്ചാൻ छिपाने के लिए वो ജർമ്മനി के एक छोटे से गांव में काम करती थी. പിന്നെ തൻ്റെ പരിവാർ, തൻ്റെ ഫാമിലിയുടെ പെഹച്ചാൻ, ഐഡന്റിറ്റി ഛിപ്പാനെ കെ ലിയെ, മറച്ചു വെക്കാനായിട്ട് ഈ പെൺകുട്ടി, ഈ റോമ
ജർമ്മനി के एक छोटे से गांव में काम करती थी. ജർമ്മനിയിലെ ഒരു ചെറിയ ഗാവ് എന്ന് വെച്ചാൽ ഒരു വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജോലി ചെയ്തിരുന്നത്. मैं उस गांव को जानता था. ഹർമന് ആ ഗ്രാമം ഏതാണ് എന്ന് അറിയാമായിരുന്നു. मैं वहां एक शिविर में कैदी था. मैंने रोमा से कहा. അപ്പം എനിക്ക് ആ ഗ്രാമം ഏതാണ് എന്ന് അറിയാം, കാരണം ഞാൻ അവിടെ ഒരു ക്യാമ്പിൽ ഒരു ക്യാദിയായിരുന്നു. ക്യാദി എന്ന് പറഞ്ഞാൽ പ്രിസണർ, അവിടെ തടവിലാക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ. മാനെ റോമാസെ കഹ. എന്താ ഹർമൻ ഇങ്ങനെ റോമയോട് പറയാണ്. मैं उस कैंप में एक लड़के के लिए रोजाना सेब लेकर जाती थी. रोमा ने मुझे बताया कि कैसे वह दिन ब दिन महीने दर महीने बाढ़ के पास जाती थी. എന്നിട്ട് റോമ പറയാണ്, ഞാൻ ആ ക്യാമ്പിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് റോസാന എന്ന് വെച്ചാൽ എല്ലാ ദിവസവും സേബ് ലേക്കർ ജാത്തി थी, ആപ്പിളുമായിട്ട് പോകാറുണ്ടായിരുന്നു. റോമ നെ മുझे बताया कि कैसे वह दिन ब दिन. റോമ പറഞ്ഞു എങ്ങനെയാണ് റോമ എല്ലാ ദിവസവും, ദിൻ ബ ദിൻ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും, മഹീനെ ദർ മഹീനെ മാസങ്ങളോളം, ബാഡ് കെ പാസ് ജാത്തി थी, ആ വേലിക്കടുത്തോട്ട് പോയിരുന്നത് എന്ന്. मैंने कैंप के उस लंबे दुबले पतले लड़के के बारे में सोचा जो मैं खुद कभी था. എന്നിട്ട് ഹർമൻ എന്താണ് ചെയ്തത്? ഹർമൻ പറയാണ്, ഞാൻ ക്യാമ്പ് കെ ഉസ് ലംബെ ദുബ്ലെ പത്ലെ, ക്യാമ്പിലായിരുന്ന സമയത്തുള്ള ആ ലംബെ എന്ന് വെച്ചാൽ നീളമുള്ള, ദുബ്ലെ മെലിഞ്ഞ, പത്ലെ എന്ന് വെച്ചാൽ മെലിഞ്ഞ, ദുബ്ല പത്ല എന്ന് പറഞ്ഞാൽ അത്രയും മെലിഞ്ഞിട്ടുള്ള, ലड़के बारे में सोचा, ആ ആൺകുട്ടിയെ കുറിച്ച് ഞാൻ ആലോചിച്ചു. ജോ മേ ഖുദ് കബി ഥ, അത് ഒരിക്കൽ ഞാൻ തന്നെയല്ലേ ആയിരുന്നു എന്ന്. मैंने अपनी माँ के बारे में भी सोचा, ഞാൻ എൻ്റെ അമ്മയെ കുറിച്ചും ആലോചിച്ചു. जिसने वादा किया था कि एक परी आकर मुझे बचाएगी. അമ്മയാണല്ലോ വാക്ക് കൊടുത്തിരുന്നത്, എന്താണ്, ഒരു മാലാക പെൺകുട്ടി വന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ അമ്മയെ കുറിച്ചും ഞാൻ ആലോചിച്ചു. ക്യാ വോ ബഹുത് പെഹലെ കി മേരി പരി ലഡ്കി ഹോ സക്തി ഹെ. എന്നിട്ട് ഹർമൻ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അന്ന് താൻ കണ്ട ആ മാലാക പെൺകുട്ടി ആയിരിക്കുമോ റോമ എന്ന്. ഡിന്നർ के बाद रोमा और मैं रेत पर चले. रेत समुद्र के झाग, डूबता सूरज. അങ്ങനെ ഡിന്നറിന് ശേഷം റോമയും ഞാനും കൂടിയിട്ട് റേത്ത് പർ ചലെ, റേത്ത് എന്ന് പറഞ്ഞാൽ മണലിൽ നടക്കാനായിട്ട് തുടങ്ങി. റേത്ത് സമുദ്രക്കെ ജാഗ്, മണലുണ്ട്, പിന്നെ അവിടെ സമുദ്രത്തിൽ നിന്നുള്ള ജാഗ് എന്ന് വെച്ചാൽ പത. അപ്പം ഈ വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ബീച്ചിൽ പത വരുമല്ലോ, അപ്പം ആ പതയും പിന്നെ അതുപോലെ തന്നെ മണലും ഒക്കെ ഉണ്ടായിരുന്നു, അതിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഡൂബ്താ സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്തമിക്കുന്ന സൂര്യൻ. മുझे जानना था कि क्या वह वही थी. എനിക്ക് जानना था, എനിക്ക് അറിയണമായിരുന്നു റോമ തന്നെയാണോ ആ പെൺകുട്ടി എന്ന്. അനിശ്ചിത്, ഭയഭീത്, ആശാവാൻ, സ്ഥായി. അപ്പൊ വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ അനിശ്ചിതം എന്ന് പറഞ്ഞാൽ എന്താ, അനിശ്ചിതമായിട്ടുള്ള, അറിയില്ല, ഒരു സംശയത്തിന്റെ പുറത്താണ് ചോദിക്കുന്നത്. ഭയഭീത്, പേടിച്ചിട്ട്, ആശാവാൻ എന്താ, പ്രതീക്ഷയോട് കൂടിയിട്ട്, സ്ഥായിയായിട്ട്. റോമ जिस लड़के के लिए तुम सेब ले गई थी, क्या उस लड़के के आखिरी शब्द थे तुम मेरी परी लड़की हो. എന്നിട്ട് അവസാനം ഹർമൻ ചോദിക്കുകയാണ്, റോമ നീ ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ആപ്പിളുമായിട്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ആൺകുട്ടിയുടെ ആഖിരി ശബ്ദ്, അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് തും മേരി പരി ലഡ്കി ഹോ എന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. റോമ മുസ്കുറായി, മുസ്കുറാന എന്ന് വെച്ചാൽ പുഞ്ചിരിക്കുക. അപ്പോൾ റോമ പുഞ്ചിരിച്ചു. ജൈസെ ഹി മാനെ ഉസ്കി ആഖോ മേ ദേഖാ മുझे एक ആസു ദിഖായി ദിയ. അങ്ങനെ ഹർമൻ ഈ റോമയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ, ജൈസെ ഹി എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ, ഞാൻ റോമയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ, മുझे एक ആസു ദിഖായി ദിയ, എനിക്ക് ഒരു കണ്ണുനീരെ കാണാനായിട്ട് പറ്റി. തും മേരി പരി ലഡ്കി ഹോ, നീ തന്നെയാണ് എൻ്റെ എന്താണ് മാലാക പെൺകുട്ടി. മാനെ റോമാസെ ധീരസെ കഹ, ഞാൻ റോമയോട് ധീരസെ എന്ന് വെച്ചാൽ പതിയെ, സ്ലോ ആയിട്ട് പറഞ്ഞു. ഓർ മേ തുമ്ഹാര ലഡ്കാ ഹൂ, ഞാനാണ് നിന്റെ ആ ആൺകുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓഥറിനെ കുറിച്ചും ട്രാൻസ്ലേറ്ററിനെ കുറിച്ചും ഒന്ന് നോക്കാം.
ലോറി ബി ഫ്രീഡ്മൻ ആണ് ഈ ഒരു സ്റ്റോറിയുടെ ഓഥർ എന്ന് പറയുന്നത്. 28 ജാനുവരി 1964 ജനിച്ചത്. ലോറി ഫ്രീഡ്മൻ एक अमेरिकी लेखिका है, ഒരു അമേരിക്കൻ റൈറ്റർ ആണ്. आपने युवा पाठकों के लिए 200 से अधिक पुरस्कार विजेता पुस्तकें लिखी है. അതായത് യങ് ആയിട്ടുള്ള റീഡേഴ്സിന് വേണ്ടിയിട്ട് ഈ ലോറി ബി ഫ്രീഡ്മൻ 200-ലധികം പുരസ്കാർ വിജേത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാൽറി മെക്ഡൊണാൾഡ് അധ്യായ് പുസ്തക് ശൃംഖല, മൂസ് ദ ഡോഗ്, मैजिक पोस्ट कार्ड्स, सिल्ली मिल्ली, आसान पाठक श्रृंखला, द मोस्टली मिजरेबल लाइफ ऑफ अप्रैल, सिंक्लेयर किशोर जേർണൽ പ്രാരൂപ് ആദ്യ ഉनकी പ്രമുഖ രചനായി है. ഈ കൃതികളുടെ പേര് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് ഇംഗ്ലീഷ് നെയിംസ് ഹിന്ദിയിലാക്കി എഴുതിയിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം തോന്നുന്ന 1-2 നോട്ട് ചെയ്ത് വെക്കുക. മൂസ് ദ ഡോഗും അതുപോലെ തന്നെ സില്ലി മില്ലിയും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് രണ്ടൊന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ട്രാൻസ്ലേറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് ഗുപ്ത എന്നാണ്. അദ്ദേഹം 4 ഡിസംബർ 1953 ജനിച്ചത്. അരവിന്ദ് ഗുപ്ത का जन्म उत्तर प्रदेश के बरेली में हुआ. ഉത്തർപ്രദേശിലെ ബരേലിയിലാണ് അദ്ദേഹം ജനിച്ചത്. വേ ഭാരത് കെ ഖിലോന ആവിഷ്കാരക് ഏവം വിജ്ഞാൻ പ്രസാരക് ഹെ. അദ്ദേഹം ഖിലോന ആവിഷ്കാരക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്സ് ഒക്കെ ഇൻവെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വിജ്ഞാൻ പ്രസാരക് എന്ന് വെച്ചാൽ സയൻസ് വ്യാപകമാക്കാൻ വേണ്ടിയിട്ട്, അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വേ ഗാന്ധിവാദി വിചാർധാര കെ വ്യക്തി ഹെ. ഗാന്ധിവാദി വിചാർധാര എന്ന് വെച്ചാൽ ഗാന്ധിസം, അതായത് ഗാന്ധിയുടെ ഐഡിയോളജീസിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വേ അധ്യാപക്, എഞ്ചിനീയർ ഓർ അനുവാദക് ഹെ. അദ്ദേഹം അധ്യാപകനാണ്, എഞ്ചിനീയർ ആണ്, അതോടൊപ്പം തന്നെ അനുവാദക് എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റർ ആണ്. ഉൻഹോനെ 250 से अधिक पुस्तकों का ഹിന്ദി മേ അനുവാദ് കിയാ ഹെ. അദ്ദേഹം 250-ലധികം പുസ്തകങ്ങൾ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 2018 को भारत सरकार ने उन्हें पद्मश्री से सम्मानित किया. 2018 ഭാരത് സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. ഓക്കെ, അത്രയാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.